ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഫുട്ബോൾ രാജാവ് എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ ഇതിഹാസമായ പെലെ സാന്റോസിലൂടെ വളർന്നു വന്ന താരമാണ്. കരിയറിൻ്റെ സിംഹഭാഗവും അദ്ദേഹം സാന്റോസിൽ തന്നെയാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഫുട്ബോൾ ലോകത്തെ പല റെക്കോർഡുകളും അദ്ദേഹം സ്വന്തം പേരിലേക്ക് മാറ്റിയത് സാന്റോസിൽ കളിച്ചുകൊണ്ടാണ്. ആ പെലെയുടെ പിൻഗാമിയായിക്കൊണ്ടാണ് സാന്റോസ് ആരാധകർ നെയ്മർ ജൂനിയറെ ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത്. രാജകുമാരൻ എന്നാണ് സാന്റോസിൻ്റെ ആരാധകർ നെയ്മർ ജൂനിയറെ പ്രശംസ രൂപേണ വിളിക്കാറുള്ളത്. ഏതായാലും പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റൗൾ ബരേറ്റ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് പെലെയുടെ കാര്യത്തിൽ സാന്റോസ് ചെയ്തത് തന്നെയാണ് നെയ്മറുടെ കാര്യത്തിലും അവർ ആവർത്തിക്കാൻ പോകുന്നത്. നെയ്മർ ജൂനിയറെ പരമാവധി മാർക്കറ്റ് ചെയ്യുക, അദ്ദേഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സാന്റോസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പെലെ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് സൗഹൃദ മത്സരങ്ങൾ, ഇന്റർനാഷണൽ സൗഹൃദ മത്സരങ്ങളൊക്കെ ഈ ഒരു ക്ലബ്ബ് കളിച്ചിരുന്നു. വിദേശത്തേക്കൊക്കെ പര്യടനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ നിലവിൽ അതൊക്കെ വളരെ എളുപ്പമുള്ള സാഹചര്യമാണ്. അത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോൾ സാന്റോസ് ഉദ്ദേശിക്കുന്നത് എന്നാണ് റൗൾ ബരേറ്റ് പറഞ്ഞു വെക്കുന്നത്. അതായത് ബ്രേക്കുകൾ വരുന്ന സമയത്ത് സാന്റോസ് സൗഹൃദ മത്സരങ്ങൾ കളിക്കും. അത് ബ്രസീലിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇപ്പോൾ സാന്റോസ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നെയ്മറുടെ സാന്നിധ്യം തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് സാന്റോസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നെയ്മറെ പരമാവധി ഉപയോഗപ്പെടുത്തുക, മാർക്കറ്റ് ചെയ്യുക, കൂടുതൽ സൗഹൃദ മത്സരങ്ങളൊക്കെ കളിപ്പിച്ചുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കും സാന്റോസിൻ്റെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.